കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്മൈൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ വാഹനം നൽകി. ഹോസ്പിറ്റലിന്റെ CSR ഫണ്ടിൽ നിന്നുമാണ് വാഹനം അനുവദിച്ചത്. തെരുവുകളിൽ ഭിക്ഷാടന വൃത്തിയിൽ ഏർപ്പെടുന്നവരെ ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായ പരിചരണവും കൗൺസിലിംഗും വൈദ്യചികിത്സയും നൽകി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണിത്. പുനരധിവാസത്തോടൊപ്പം തന്നെ ഇവർക്ക് തൊഴിൽ പരിശീലനം നൽകി സ്വന്തം ജീവിതമാർഗം കണ്ടെത്താൻ പ്രാപ്തരാക്കുന്ന പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട പാണ്ടിക്കാട് സൽവ കെയർ ഹോമിനാണ് വാഹനം കൈമാറിയത്. കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹോസ്പിറ്റൽ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ വാഹനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അൽഷിഫ എന്ന് പറയുന്നതിൽ അഭിമാനവും. ഞങ്ങൾ ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പാണ് പാവപ്പെട്ട രോഗികൾക്ക്, അതായത് ചികിത്സിക്കാൻ കഴിവില്ലാത്ത രോഗികൾക്ക്, മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സ കിട്ടാതിരിക്കുന്നവർക്ക് പ്രത്യേകമായ ഒരു സഹൃദയ ട്രീറ്റ്മെൻറ്റ് പദ്ധതി തുടക്കം കുറിച്ചു. ആ സഹൃദയ ട്രീറ്റ്മെൻറ്റ് പദ്ധതിയിലൂടെ ഏതാണ്ട് 3000-ൽ പരം സർജറികൾ കൺസെഷൻ റേറ്റിൽ ഇവിടെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് 10 പേരുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഈ വർഷം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ CSR ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം ആൾക്കാർക്ക് വീടായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളായിട്ടും ഈ ആസ്പത്രി ചെയ്തു കൊടുക്കുന്നുണ്ട്. ചടങ്ങിൽ കിംസ് അൽഷിഫ CEO പ്രിയൻ KC, സീനിയർ ജനറൽ മാനേജർ സതീഷ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ട്രാൻസ്പോർട്ട് ഇൻചാർജ് സക്കീർ എന്നിവരും സൽവ കെയർ ഹോമിനെ പ്രതിനിധീകരിച്ച് ജനറൽ മാനേജർ എമ്മി നൌഫൽ, ജനറൽ സെക്രട്ടറി മൂസക്കുട്ടി, സെക്രട്ടറി K മുഹമ്മദ്, സ്മൈൽ പ്രോജക്ട് കോർഡിനേറ്റർ മൊയ്തീൻ കുട്ടി, ട്രസ്റ്റ് മെമ്പർമാരായ TV ഹംസ എന്നിവരും പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.